പ്രോഗ്രാം ലൈവായി ചിത്രീകരിക്കുന്ന സഹോദരന്മാർ, ഈ യോഗത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വന്ന് ഈ പന്തലിലായിരിക്കുന്ന വളരെ ബഹുമാനരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ, നാല് നാക്കലുള്ള നല്ലവരായ നാട്ടുകാർ, ഈ മൈക്കിൻ്റെ ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. വാത്സല്യ പിതാവ് നമ്മളെ ഓർപ്പിച്ചു, ആരാധനയ്ക്ക് പോയി അനുഗ്രഹം പ്രാപിപ്പാൻ വലിയ തിരക്കുള്ള ഉത്തരവാദിത്വമുള്ള ജോലിയുള്ള മനുഷ്യൻ, ഒരു രാഷ്ട്രത്തിൻ്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി യെരുശലേമിൽ വന്ന് പ്രധാനപ്പെട്ട പെരുന്നാളുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് താൻ ആഗ്രഹിച്ച സന്തോഷമോ സമാധാനമോ പ്രാപിക്കാതെ മടങ്ങിപ്പോകുമ്പോൾ, എല്ലാവരും പോകുന്ന പോലെ പോയില്ല, തൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടാകാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വാങ്ങിക്കൊണ്ട് പോയി. പീലിപ്പോസ് തൻ്റെ തേരിന് അടുക്കൽ വരുന്ന സമയം കൊണ്ട് തുടർമാനമായിട്ട് 52 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞ് 53-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവാത്മ നിയോഗിതനായ ഭക്തൻ തേരിനോട് ചേർന്ന് നടക്കുകയും, അവൻ വായിച്ചത് ബന്ധുക്കോസുകാരും വായിക്കുന്നവരല്ല, ഉറക്കെ വായിക്കുകയാണ്. തേരിൻ്റെ കുതിരകളുടെ കുളമ്പടിക്കും തേരിൻ്റെ ചക്രത്തിനും ശബ്ദത്തിനും മേളിൽ വഴിയെ പോകുന്നവന് കേൾക്കാവുന്ന ശബ്ദത്തിൽ ആ വചനം വായിച്ചു. ഒരല്ലേലിയ പറയണം. ഉറക്കെ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേട്ടവൻ ചോദിച്ചു, നീ വായിക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു, എനിക്ക് ലോകപ്രകാരം ഒരു രാഷ്ട്രത്തിൻ്റെ ധനകാര്യം കൈകാര്യം ചെയ്യാനുള്ള അറിവുണ്ട്. ഞാൻ ആ വിഷയത്തിൽ PhD ഒക്കെ എടുത്ത ആളാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ്. പക്ഷേ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവെനിക്ക് ഇല്ല. ഒരല്ലേലിയ പറഞ്ഞു. ഇത് രണ്ടും രണ്ടാണ്. വേദപുസ്തകത്തിലെ വചനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത വചനമായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവുള്ളവന് മാത്രമേ അതിൻ്റെ പൊരുൾ തിരിക്കാൻ കഴിയൂ. തേരി കയറിയിരിക്കാൻ അനുവാദം കൊടുത്ത മന്ത്രിയുടെ അനുവാദം ഏറ്റുവാങ്ങി പീലിപ്പോസ് ആദ്യമായിട്ട് ഒരു രഥയാത്ര ചെയ്തപ്പോൾ യെശയ്യാ പ്രവചനം 53 യേശുവിനെ പ്രസംഗിച്ചു. ഏത് പുസ്തകത്തിനകത്തും പ്രസംഗിക്കാനുള്ളത് എല്ലാവരും പറഞ്ഞേ യേശുവാണ്. യേശുവിനെ പ്രസംഗിച്ചാൽ ഏത് ഉന്നത സ്ഥാനിയും രക്ഷിക്കപ്പെടും. വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഈ മനുഷ്യൻ, നമ്മളെത്ര പൊരുൾ തിരിച്ചാലും പൊരുളിന്റെ മണ്ടയ്ക്കിടന്ന് ഉരുളുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. അവർക്കറിയേണ്ടത് കള്ള സ്നാനപ്പെട്ടോ, ലോത്തിന്റെ ഭാര്യയുടെ പേരെന്നാണ്, കായിന് ഏത് വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്, ഇതറിഞ്ഞിട്ട് ഇവൻ എന്നാ കൊച്ചിൻ്റെ അനിയത്തിയെ പോയി കെട്ടുന്നുണ്ടോ, അല്ല ഇവൻ ഈ കല്യാണ വീട് അറിഞ്ഞിട്ട് എന്നോ സാധിക്കാനാ. എങ്കിലും അവൻ അറിയേണ്ടത് യേശു ക്രൂശിക്കപ്പെട്ടതോ മാനവജാതിക്ക് പാപപരിഹാരം ഉണ്ടായതോ ഒന്നുമല്ല. അവൻ അറിയേണ്ടത് കായിന് ഇവിടുന്ന് കല്യാണം കഴിച്ചത്, ഉപ്പുതൂണായ ലോത്തിന്റെ പെണ്ണുമ്പിള്ളയുടെ പേരെന്താ, കള്ളൻ സ്നാനപ്പെട്ടോ, ഇതൊക്കെ അവൻ അറിഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനല്ല. യെശയ്യാ പ്രവചനത്തിലെ യേശുവിനെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ ചോദിച്ചു, ദേ വെള്ളം, എന്നെ സ്നാനപ്പെടുത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പൊ യെശയ്യാ 53 യേശു മാത്രമല്ല, സ്നാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പ്രാപിച്ചവന്റെ പ്രസംഗത്തിനകത്ത് രക്ഷയുണ്ട്, മാനസാന്തരമുണ്ട്, സ്നാനമുണ്ട്. സ്നാനപ്പെട്ടവൻ പ്രാപിക്കേണ്ട സ്വർഗീയ ദാനമായ പരിശുദ്ധാത്മാവുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ രാത്രി ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ.
ആത്മാവുള്ളവൻ പ്രസംഗിച്ചിടത്ത് അതൊക്കെ ഉള്ളൂ. ഫിലിപ്പോസ് പറഞ്ഞു, നീ പൂർണ്ണമായിട്ട് യേശുവിനെ വിശ്വസിക്കുന്നോ? അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ തടസ്സമൊന്നുമില്ല. സ്നാനപ്പെടാനുള്ള ഏക തടസ്സം നീ യേശുവിനെ വിശ്വസിക്കണം. എന്റെ പ്രിയരെ, ഉലകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തനില്ല. ആ കരമുയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ഉലകത്തിൽ ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഈ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് എത്യോപ്യയിൽ നിന്നും യെരുശലേമിൽ, യെരുശലേമിൽ നിന്നും എത്യോപ്യ. തൻ്റെ രഥം ചലിപ്പിക്കുന്ന കുതിരകൾക്ക് വെള്ളം വേണം, തനിക്ക് ദിനകൃത്യങ്ങൾക്കും കുടിക്കാനും വെള്ളം വേണം. ഇതെല്ലാം ഇന്നത്തെ കൂടി തട്ടുകടയൊന്നുമില്ല. സ്തോത്രം. ഡബിൾ ഓംപ്ലേറ്റും ദോശയും തിന്നാൻ തട്ടുകടയില്ല. ഇതെല്ലാം സമാഹരിച്ചുകൊണ്ട് വേണം രഥം വരാൻ. അത്യാവശ്യം വെള്ളമെല്ലാം രഥത്തിനകത്ത് ഉണ്ട്. അവരിരുവരും വെള്ളത്തിൽ ഇറങ്ങി. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. ആങ്ങളെയും പെങ്ങളും കൂടെ തോടിലിറങ്ങിയിട്ട് ആങ്ങളെ പെങ്ങളെയും മുക്കി, പെങ്ങള് ആങ്ങളെയും മുക്കി. സ്തോത്രം. ഇത് ആങ്ങളെയും പെങ്ങളും കൂടെ കുടിക്കുന്നതല്ല എൻ്റെ കുഞ്ഞെ, സ്നാനം. പ്രൈസ് ദി ലോർഡ്. സ്നാനം അഭിഷക്തനായ ആത്മനിറവുള്ള ദൈവത്താൽ അധികാരം ലഭിച്ചവന്റെ കൈക്കീഴെ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ അനുസരിക്കേണ്ട യേശുവിന്റെ കൽപ്പനയാ. ചേർന്ന കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി. ഫിലിപ്പോസിന്റെ ഡ്യൂട്ടി തീർന്നു. ഫിലിപ്പോസ് തന്റെ വഴിക്ക് പോയി. ഷണ്ണൻ സന്തോഷത്തോടെ തന്റെ വഴിക്ക് പോയി. അപ്പോ കൂടാര പെരുന്നാളിനോ ആദിബല പെരുന്നാളിനോ പെന്തക്കോസ് പെരുന്നാളിനോ കൊടുക്കാൻ കഴിയാഞ്ഞത് ആത്മാവുള്ളവൻ 10 മിനിറ്റ് കൂടെ സഞ്ചരിച്ചപ്പോൾ നടന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ഈ രാത്രി നിമിഷങ്ങൾക്കുള്ളിലുള്ള ദൈവവചന കേൾവി നിന്റെ കുടുംബത്തിനകത്ത് നാളുകളായി ഇല്ലാതിരിക്കുന്ന സന്തോഷം ഇന്ന് രാത്രി ദൈവം മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ ഈ യോഗത്തിനുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് എല്ലാ കരങ്ങളും അടിച്ച് ഹല്ലേലൂയ. നമുക്ക് അല്പനിമിഷങ്ങളിലെ ദൈവവചന ധ്യാനത്തിനായി വേദപുസ്തകം കയ്യിലുള്ള എല്ലാ ദൈവമക്കളും വേദപുസ്തകം തുറന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 25-ഉം 26-ഉം വാക്യം വായിക്കാം, കുഴപ്പമില്ല. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ എവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ശവപ്പെട്ടിൽ വച്ചു. നല്ല കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബെർശേബ IPC സഭ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് പ്രാർത്ഥിച്ച് ദൈവനിയോഗപ്രകാരം ക്രമീകരിച്ച ഈ മഹായോഗത്തിൽ കടന്നു വന്ന ദൈവജനത്തോട് ദൈവം സംസാരിക്കണം. ദൈവവചനത്തിന്റെ വാതിൽ അടിയങ്ങൾക്കായി ഇത് തുറന്നു തരണം. ഈ ശബ്ദപരിധി മുഴുവൻ യഹോവയ്ക്ക് വിശുദ്ധമാകണം. സ്വർഗദൂതന്മാർ കാവൽ നിൽക്കണം. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തികളെ തൊട്ട് ഇടപെടണം. ജനത്തെ വിവേചിച്ച് ദൈവം സംസാരിക്കണം. വേദിയിലായിരിക്കുന്ന അഭിഷക്തർക്കും സദസ്സിലായിരിക്കുന്ന ദൈവജനത്തിനും
ലൈവിൽ കാണുന്നവർക്കും ഒരുപോലെ ഈ വചനം ശക്തിയോടെ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. ബലഹീനനാകുന്ന ഏഴയെ ഈ രാത്രി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ ക്രൂശിനെ മറയുന്നു. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. എല്ലാ എതിരുകളെ, എല്ലാ പോർവിളികളെ, ഇരുട്ടിന്റെ സകല വ്യാപാരങ്ങളെ ഈ രാത്രി യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ച ചെയ്യുന്നു. മുഴുമകുത്തം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമല്ലോ. അല്പസമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞ് ഇന്ന് മുതൽ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ച സമയം കണ്ടെത്തി യോഗം ക്രമീകരിച്ച സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെട്ടെന്ന് ഇലക്ഷൻ വന്നതുകൊണ്ട് ഏപ്രിൽ മാസം ഒരു 20 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈസാക്ഷനൊക്കെ കിട്ടാത്തത് കൊണ്ട് അതിനുശേഷമുള്ള പല കൺവെൻഷനുകൾ ക്യാൻസലാകുകയാണ്. എന്നാൽ ആ നിലകളിലൊന്നും ഉള്ള ബുദ്ധിമുട്ട് വരാതെ നന്നായി കാര്യങ്ങൾ ഗ്രഹിച്ച് സമയം ക്രമീകരിച്ച് കൺവെൻഷൻ ക്രമീകരിച്ച സംഘാടകരെല്ലാം ദൈവം ഇന്ന് രാത്രി ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മൊത്തം കബലകളി പ്രസംഗമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഭയങ്കരമായ പ്രസംഗങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് അല്പസമയം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം നിവർത്തിച്ചെന്ന് പറഞ്ഞവൻ്റെ പ്രസംഗം കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. ശരിയാക്കാമെന്ന് പറയുന്ന പ്രസംഗമല്ല, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് സ്വന്തം തോളിൽ തലചായ്ച്ച് പ്രാണനെ വിട്ട യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഈ രാത്രി ഭാഗ്യം ലഭിച്ച നാമാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. യോസഫ് മരിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ തനിക്ക് 110 വയസ്സുണ്ട്. 17ാമത്തെ വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെയുള്ള 13 വർഷങ്ങൾ 130 വർഷം പറയാവുന്നത് പോലെയുള്ള കഷ്ടതയുടെ വർഷങ്ങളായിരുന്നു. പിന്നെയുള്ള 80 വർഷങ്ങൾ ആ മനുഷ്യൻ ഒരു സാമ്രാജ്യത്തെ മുഴുവൻ ഭരിച്ചു എന്ന് മാത്രമല്ല, ഭൂതലത്തിലുള്ള സകല മനുഷ്യരുടെയും ക്ഷാമം മാറ്റിയ മനുഷ്യനാണ്. ഒരു സ്റ്റേറ്റിന്റെ അല്ല. ഇവിടെ നമ്മള് ആരുടെയൊക്കെയോ അരി വരുമെന്ന് പറഞ്ഞ് റേഷൻ കടയിൽ പോയിട്ട് ആരുടെ അരി വന്നിട്ടില്ല ഇവിടെ. പ്രൈസ് ദി ലോർഡ്. അരിക്ക് അവർ പല പേരിട്ട്, ബി അരിയെന്നും പി അരിയെന്നും കെ അരിയെന്നൊക്കെ പേരിട്ടെങ്കിലും പേരേ ഉള്ളു, സാധനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ യോസഫ് അങ്ങനെയല്ല. ഒരു സ്റ്റേറ്റിന്റെ അല്ല, ഒരു രാജ്യത്തിന്റെ അല്ല, ഒരു സാമ്രാജ്യത്തിന്റെ അല്ല. പുസ്തകം പറയുന്ന ഭൂതലത്തിലുള്ള സകല മനുഷ്യർക്കും യോസഫ് ധാന്യം കൊടുത്തു. തന്റെ ഭരണകാലം അവസാനിച്ച് താൻ മരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്റെ സഹോദരങ്ങളെയും അവരുടെ ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിട്ട് യോസഫ് പറഞ്ഞു, ഞാൻ മരിക്കുന്നു, പക്ഷെ നിങ്ങൾ ഇവിടെ എന്നെ അടക്കരുത്. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇന്ന് രാത്രി ദൈവം സന്ദർശിക്കും എന്നുള്ള കാര്യം മാത്രം പ്രസംഗിച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 110 വയസ്സുള്ള വന്യവയോധികനായ ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരി തന്റെ സഹോദര വർഗങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കുന്നു, പക്ഷേ മരിക്കാത്തൊരു ദൈവമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഞാൻ മരിക്കുന്നു. 80 വർഷം ഭരിച്ചാലും 110 ജീവിച്ചാലും മരിക്കണം. ഞാൻ മരിക്കുന്നു, പക്ഷേ മരിക്കാത്തൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഈ ശവം കൂടെ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് ജോസഫ് മരിച്ചു. അവരവനെ കുഴിയിൽ വെച്ചെന്നല്ല, അവൻ അവരെ ഒരു പെട്ടിയിൽ വെച്ചു.
പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ രാത്രി. ഒന്ന് രണ്ട് ദൂത് ഞാൻ ആരംഭത്തിൽ അങ്ങ് പറയാം. ലോകത്തിൽ ആരും കിടന്നിട്ടില്ലാത്തൊരു പൊട്ടക്കിണറ്റിൽ നീ കിടന്നെങ്കിൽ, ലോകത്തിൽ ആരും ഇരുന്നിട്ടില്ലാത്തൊരു സിംഹാസനം നിനക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആരും സഞ്ചരിക്കാത്ത മരുഭൂമിയിൽ കൂടെ നീ ദീർഘവർഷം സഞ്ചരിച്ചെങ്കിൽ, ലോകത്തിൽ ആർക്കും ലഭിക്കാത്തൊരു കനാൻ ദൈവം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ ആരും വീണിട്ടില്ലാത്ത 7 മടങ്ങ് ചൂടുള്ളൊരു അഗ്നികുണ്ഡത്രിയിൽ ഹല്ലേലൂയ ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഈ രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പി സി ചെറിയാൻ വന്നതോ വാത്സല്യ പിതാവ് ടി.ഐ. ചെറിയാൻ വന്നതോ അല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അമ്മയില്ലാത്ത ഈ പയ്യന് രണ്ടാനമ്മയുടെ സ്വാധീനത്തിന്റെ കീഴിൽ വളരുക. രണ്ടാനമ്മയ്ക്ക് വേറെ 11 പിള്ളേരുണ്ട്. 10 ആൺപിള്ളാരും ഒരു പെങ്കൊച്ചുണ്ട്. അതിനിടയ്ക്ക് 17 വയസ്സാകുന്ന ചെറുക്കനും, അത് കഴിഞ്ഞ് ജനിച്ചപ്പോഴേ അമ്മയത്ത വേറൊരു ചെറുക്കനും. സ്തോത്രം. അവനെ രണ്ടാനമ്മയും പിള്ളേരും വിളിക്കുന്ന ഭൂമിയിലോട്ട് കാല് നീട്ടി വന്നപ്പോഴേ അമ്മയുടെ വായി മണ്ണിട്ടല്ലോടാ എന്ന് പറഞ്ഞ അഭിസംബോധന. എല്ലാവരും ഇവിടെ ആണല്ലോ അല്ലേ? പിറന്ന് വീണപ്പോഴേ തള്ളയുടെ വായിൽ മണ്ണിട്ടല്ലോ. ആശ്രയം കണ്ടത് പ്രാർത്ഥനാ മുറിയിലാണ്. ഭവനവും ലോകവും സഹോദരങ്ങളും അടക്കാൻ ഒരു മുറിയുണ്ടെങ്കിൽ, നീ പാർക്കുന്ന കൂടാരത്തിനകത്ത് നീ നിലവിളിക്കാൻ തയ്യാറാകുമെങ്കിൽ, സമയം വരുമ്പോൾ നിന്നെ ഉയർത്തുന്ന ഒരു വലിയ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. തുടക്കത്തിലെ അനേകരോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കൺവെൻഷൻ പ്രസംഗത്തെക്കാട്ടിൽ പ്രവചന ദൂതുകൾ ദൈവം ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ രാത്രി വന്നതൊന്നുമല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. ചില കെട്ടുകൾ ദൈവം ഈ രാത്രി അഴിക്കാൻ പോകുകയാ. വർഷങ്ങളായി നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ചില നിന്ദകൾ, ചില അപമാനങ്ങൾ, ചില ഒറ്റപ്പെടുത്തലുകൾ, ചില പരിഹാസങ്ങൾ ഇന്ന് രാത്രി ദൈവം സന്ദർശിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ, അഭിഷക്തന്മാരോട് ദൈവം പറയുന്നു, ഇന്ന് രാത്രി ദൈവത്തിന്റെ ചില സന്ദർശനങ്ങൾ Praise the Lord. Praise the Lord. അപ്പന് പ്രാർത്ഥനക്കാരനായതുകൊണ്ട് ആട് തിരുന്ന പിള്ളേരെക്കാളുള്ള അപ്പനിഷ്ടം പ്രാർത്ഥിക്കുന്ന കൊച്ചനെയാണ്. സ്തോത്രം. മറ്റേ 10 പിള്ളേരും അപ്പന്റെ കുലത്തൊഴിൽ ചെയ്യുക. അവൻ പറഞ്ഞ, അപ്പച്ച സഹോദരന്മാരെ, ഞാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ യേശു അപ്പച്ചൻ എന്റെ മുറി വന്ന് എന്നോട് പറഞ്ഞു, 11 കച്ചകളും കൂടെ എന്നെ ഇങ്ങനെ കുമ്പിട്ട് നമസ്കരിക്കുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഈ അവന്മാർക്ക് നേരത്തെ വൈരാഗ്യമാ, ഇതൂടെ കേട്ടപ്പോൾ ഒന്നുകൂടെ വൈരാഗ്യം കൂടി. എന്നാൽ അടുത്ത ദിവസത്തെ പറയാതിരിക്കണ്ട. പിറ്റേ രാത്രിയിലും യേശു അവന്റെ മുറി വന്ന് ഒരു സ്തോത്രം പറഞ്ഞു. എടാ, പ്രാർത്ഥിക്കുന്നവന്റെ മുറിയിൽ വരാൻ ദൈവത്തിന് ഒരു തടസ്സവും ഇല്ല കേട്ടോ. എല്ലാ ദിവസവും ഇന്ന് രാത്രി എത്ര പേർ കൊതിക്കുന്നുണ്ട്, കർത്താവേ, യോഗം 9 മണിക്ക് അവസാനിച്ചാലും നിന്റെ സാന്നിധ്യം എന്റെ റൂമിനകത്തൊന്ന് വെളിപ്പെടുത്തി, നിന്റെ ശബ്ദം എന്റെ കാതിലൊന്ന് കേൾപ്പിച്ച് ഇന്ന് രാത്രി എന്റെ കുടുംബത്തെ നീ ഒന്ന് സന്ദർശിക്കണമെന്ന് കൊതിക്കുന്നവരെവിടെ ഉണ്ടെങ്കിൽ അവരൊരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അസാധാരണമായൊരു ദൈവ സന്ദർശനം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുത്താൻ എന്റെ ദൈവം മതിയായവനോ. അന്ന് രാത്രി അപ്പച്ചൻ വന്ന് പറഞ്ഞു, മോനെ, നീ വിഷമിക്കണ്ടടാ, നീ വിഷമിക്കണ്ട. ഇപ്പോഴാ സൂര്യനും ചന്ദ്രനും ഈ നിൽക്കുന്ന 11 നക്ഷത്രങ്ങളും കൂടെ നിന്നെ നമസ്കരിക്കും. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിന്റെ തലം താഴോട്ട് പോയെന്നല്ല,
വെളിപ്പാട് തന്നെ കയറി വരികയാണ്. അതാ പ്രാർത്ഥിക്കുന്നവന്റെ ഗുണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാര്യം ഇവൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പൻ ചോദിച്ചു, ആഹാ, ഞാനും നിന്നെ. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വെളിപ്പാടുകൾ കണ്ട നിവർത്തിക്കുന്ന ദൈവത്തെ യാക്കോബിനറിയാം. സ്തോത്രം. കാരണം യാബോക്കി വെച്ചൊക്കെ മല്ല് പിടിച്ച് അനുഗ്രഹം പ്രാപിച്ചവനാണ് ആര്? യാക്കോബ്. ഒരു പുള്ളിയില്ലാത്ത ആടിന്റെ കുട്ടിയെല്ലാം കൂടെ കറുപ്പും വെള്ളയുള്ള കുട്ടികളെ പ്രസവിക്കുന്നത് വെളിപ്പാട് കൊണ്ടുവന്നാ പുള്ളി. സ്തോത്രം. അപ്പൊ ഈ വെളിപ്പാടുള്ള അപ്പച്ചന്റെ കൊച്ചൻ കണ്ട വെളിപ്പാട് നടക്കുമെന്ന് അപ്പൻ അറിയാവുന്നതുകൊണ്ട് മെറ്റോന്മാര് 11 അറിഞ്ഞില്ലെങ്കിലും ഈ വെളിപ്പാട് പറഞ്ഞതിന് പുള്ളി ഒരു നല്ല ഉടുപ്പ് മല്ലപ്പള്ളി ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഇവന് കൊടുത്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉടുപ്പൂടെ കിട്ടിയപ്പോൾ വൈരാഗ്യം കൂടി. യാക്കോബ് പറഞ്ഞു, മോനെ, അവന്മാര് പോയിട്ട് കുറെ ദിവസമായി, നീ അവന്മാർക്ക് ആഹാരം കൊണ്ട് കൊടുക്കണം. അമ്മ ഉണ്ടാക്കി കൊടുത്ത വെറൈറ്റി ഉള്ള ആഹാരം ചുമന്നുകൊണ്ട് ഇവൻ പോകുക, അപ്പൻ ചുമന്നുകൊണ്ട് പോകുക. ദൂരത്ത് നിന്ന് കണ്ട ഇവന്മാര് തീരുമാനിച്ചു ഇതിവന്റെ ലാസ്റ്റ് വരവാണ്. ഇവന്റെ കൊട്ടയിലെ അപ്പം മേടിച്ചിട്ട്, അപ്പൻ കൊടുത്ത ഉടുപ്പ് മേടിച്ചിട്ട് ഇവനെ കൈയും കാലും കെട്ടി പൊട്ടക്കൻറ്റിലിടണം. ദൂരവേ അവരവനെ കൊല്ലാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി ഞാൻ തുടങ്ങി വരുമ്പോ പറയട്ടെ, നീ കാണാത്ത ചിലതോ കാണാത്ത ചിലരോ ദൂരവേ നിന്നെ കണ്ടിട്ട് നിന്നിൽ ഒരു സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ട്, എന്നോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന സ്റ്റേജിലോ വേദിയിലോ നിന്നിൽ ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് ആ സാധ്യതയിലെത്തും മുമ്പേ നിന്നെ വഴിത്തലയ്ക്കൽ തകർത്ത് കളയുവാൻ പതിയിരിക്കുന്ന ചില പോരുകൾ ഈ രാത്രി 4 നാക്കൾ ദൈവത്തിന്റെ ആത്മാവ് ആഴത്തിൽ വെട്ടിമാറ്റാൻ പോകുകയാ. ദൈവിക സന്ദർശനത്തിന്റെ നന്മയെ തടയുവാൻ പതിയിരിക്കുന്ന ചില വ്യാപാരങ്ങളുടെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ഇവർ കൊല്ലാനിട്ടതാണെങ്കിലും ദൈവത്തിന്റെ കരം രൂപേണി കൂടെ വെളിപ്പെട്ട് നമ്മളെ കടുങ്ക ചെയ്യരുത്, കൊല്ലരുത്, നമുക്കവനെ കയറ്റി വിറ്റേക്കാമെന്ന് പറഞ്ഞ് അവർ 20 കാശിന് അവനെ വിറ്റു. ഒരാൾക്ക് 2 കാശ് വെച്ച് കിട്ടി. 10 പേരും കൂടെ പൈസ എന്ത് ചെയ്തു? വീതം വെച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദരൻ കൊണ്ടുവന്ന് അപ്പം തിന്ന് സഹോദരന്റെ ഉടുപ്പ് മോരി വിറ്റ കാശ് അവർ 10 പേരും കൂടെ ഷെയർ ചെയ്തെടുത്തു. പ്രൈസ് ദി ലോർഡ്. പിന്നത്തെ കാര്യം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. പുത്തിപ്പറിന്റെ വീട്ടിൽ പോയി അപമാനിതനായി, അപവാദ കഥകളുണ്ടായി, കാരാഗ്രഹത്തിലായി. സ്തോത്രം. ദൈവത്തിന്റെ സന്ദർശനം നീ വിചാരിക്കുന്നത് പോലല്ല. നീ കണ്ട ദർശനത്തിൽ നിന്നെ കൊണ്ട് എത്തിക്കാൻ ഇതൊക്കെ ദൈവത്തിന് ചെയ്യേണ്ടി വരും. പൊട്ടക്കൻറ്റി ഇട്ടത് ദർശനം കൊടുത്ത ദൈവം അറിയാതല്ല. വസ്ത്രാക്ഷേപം സംഭവിച്ചത് ദൈവം അറിയാതല്ല. പൊത്തിപ്പേറിന്റെ ഭാര്യ അപവാദ കഥ സൃഷ്ടിച്ചുണ്ടാക്കിയത് ദൈവം അറിയാതല്ല. നീ കാരാഗ്രഹത്തിൽ കിടന്നെങ്കിലേ പറവോന്റെ പാനപാത്രവാകനും അപ്പക്കാരനും അവിടെ വരത്തുള്ളൂ. അവരവിടെ വന്നെങ്കിലേ നിന്റെ കാര്യം ഇവിടെ അറിയത്തുള്ളൂ. അതറിഞ്ഞെങ്കിലേ രാജാവ് ആളയച്ച് നിന്നെ വരുത്തത്തുള്ളൂ. ഇന്ന് രാത്രി എല്ലാ പോരുകളുടെയും പുറകിൽ ദൈവത്തിന്റെ ഒരു സന്ദർശനമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാനപാത്രവാഹകൻ യോസഫിനെ മറന്നെങ്കിലും രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ കഴിയാതെ വന്നപ്പോൾ ഈ പാനപാത്രം തന്നെ കുറ്റം ഓർത്തു.
എന്നിട്ട് അവൻ പറഞ്ഞു, രാജാവേ, ഞാന് മറന്നുപോയൊരു സംഭവമുണ്ട്. ഞാന് കുറ്റാരോപിതനായി ജയിൽവാസം ചെയ്യുമ്പോൾ, അത് ഈടി പിടിച്ചാണോ ബീഡി പിടിച്ചാണോ നമുക്കറിയത്തില്ല, എന്തുവായാലും പുള്ളി ജയിലിലായി. സ്തോത്രം. ഒരല്ലേ പറഞ്ഞു. ഞാൻ അവിടെ കിടക്കുമ്പോൾ ഞാനും അപ്പക്കാരനും ഓരോ സ്വപ്നങ്ങൾ, 2 സ്വപ്നം ഒരുപോലെ വ്യാഖ്യാനിച്ച പോലെ നടന്നു. അപ്പക്കാരന്റെ തലയും പോയി, ഞാനിവിടെ കൊട്ടാരത്തിനും വന്നു. അവൻ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയാം. തെളിവ്, അവന് ദൈവാത്മാവുണ്ട്. ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ യോഗ്യത BTHോ MDHോ BDയോ ഡോക്ടറേറ്റോ അല്ല. ദൈവാത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവര് ഈ രാത്രി 24 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഈ കൺവെൻഷനിൽ ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നിയോഗം. ഫറവോൻ ആളയച്ച് ജോസഫിനെ വരുത്തി. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു. അടുത്ത നിമിഷം അവൻ ആ രാജ്യത്തിലെ ഇതുവരെ ഇല്ലാത്ത ഒരു മന്ത്രിസഭ. സ്തോത്രം. ആരെങ്കിലുമൊക്കെ മാറി മാറി ഇരുന്നത് അഴമ്പിച്ച കസാറയല്ല. ഉലകത്തിൽ ആരും ഇതുവരെ ഇരുന്നിട്ടില്ലാത്തൊരു കസാറ എന്ന് പറഞ്ഞാൽ, ഫറവോനാകുന്ന ഞാൻ കഴിഞ്ഞ പിന്നെ 2ാമൻ. സ്ഥാനത്തിൽ മാത്രം 2ാമൻ, അല്ലാത്തതിലല്ല 1ാമൻ. അങ്ങനെ ഒരു കസാറ ആ രാജ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവന് വേണ്ടി മാത്രം ഒരു കസാറ അന്നുണ്ടായി. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ആരും വീണിട്ടില്ലാത്തൊരു പൊട്ടക്കിണറ്റിൽ നീ വീണെങ്കിൽ ആരും ഇരുന്നിട്ടില്ലാത്തൊരു സിംഹാസനം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർ മൗനമായിരിക്കാതെ ഈ പ്രഥമ രാത്രിയിൽ പിന്നെ ദൈവം നീതിയുള്ളവനാണ്. അപ്പം ചുമന്ന നിന്റെ അപ്പം മേടിച്ചിട്ട് നിന്നെ വിറ്റെങ്കിൽ പേടിക്കണ്ട. ഈ പട്ടിണി പാവങ്ങളെ കൊണ്ട് 40 വർഷം ഈ ശവം ചുംബിക്കും. മിണ്ടുന്നില്ല. എടാ, ഒരു ദിവസം അപ്പം ചുമ്മിയത് കൊട്ടയെന്നെടുത്തിട്ട് ചുമ്മിക്കൊണ്ട് വന്നവനെ കുഴി തട്ടിയെങ്കിൽ പേടിക്കണ്ട. ദൈവം നീതിയുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. വക്കറിനോട് അവൻ സൂപ്പർ വക്കറന. ഒരല്ലേലിയ പറഞ്ഞേരെ. വിതയ്ക്കുന്നത് കൊയ്യിപ്പിക്കുന്ന ദൈവമാകയാൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. ഹല്ലേലൂയ. അവന്മാരെ കൊണ്ട് ഈ മരുഭൂമിയിലൂടെ 40 വർഷം ശവപ്പെട്ട് ചുമ്മിപ്പിച്ചു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച ഇന്ന് രാത്രി എന്റെ ദൈവം ജീവിക്കുന്നവനോ. യോസഫിന് 110 വയസ്സുള്ളപ്പോൾ ഇസ്രായേൽ മക്കൾ അവിടെ ചെന്നിട്ട് ഏതാണ്ട് 70 വർഷത്തിൽ താഴെയാകുന്നു. 430 വർഷം കഴിഞ്ഞാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് മടങ്ങി വരുന്നത്. അപ്പൊ 70 കഴിഞ്ഞാൽ പിന്നെയുള്ള 370 വർഷം കഴിഞ്ഞ് നടക്കേണ്ട 3.25 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കേണ്ട ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. കറ്റ നമസ്കരിക്കുന്നതും സൂര്യനെ നമസ്കരിക്കുന്ന മാത്രം കാണാതെ 110ാമത്തെ വയസ്സിലും ഭയങ്കര വെളിപ്പാടാ. നിങ്ങൾ അല്ലേ പറഞ്ഞില്ല? ദർശനമുള്ള 96ലും ദൂത് മാറിപ്പോത്തൊന്നുമില്ല. ഈ രാത്രി ഏറ്റെടുത്ത് നീ പ്രാർത്ഥിച്ചോണം. 110ാമത്തെ വയസ്സിൽ പറയുകയാണ്, അടുത്ത 3.5 നൂറ്റാണ്ട് കഴിയുമ്പോൾ എന്റെ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അടുത്ത 3.5 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഞാൻ സേവിച്ച എന്റെ ദൈവം, എന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച ദൈവം, എന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച ദൈവം. ഓ ഈ രാത്രി നിന്റെ ദൈവത്തെ നീ വിശ്വസിക്കണം. നീ സേവിക്കുന്ന ദൈവം ആരെന്ന് മരണശയ്യയിലും ഉയർത്തിപ്പിടിക്കാൻ ദർശനമുള്ളവർക്കായി. ഈ ദൈവിക സന്ദർശനം അറിയുക എന്നുള്ളതൊരു വലിയ മർമ്മമാണ്. സ്തോത്രം.
മോശയെ ദൈവം തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ മോശ ജനത്തോട് പറഞ്ഞു. ഒന്ന് വായിച്ചേ മക്കളെ. മോശ യോസേഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോകുന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. മോശ യോസഫിന്റെ അസ്ഥികൾ എടുത്തു. ഉൽപ്പത്തി 50:25 പറഞ്ഞ വാക്യം മോശ ഓർത്തു. എന്നിട്ട് ഈ അസ്ഥികൾ ഇതൊരു പെട്ടിക്കകത്ത് വെച്ച് ചുമക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടേക്ക് ദൈവം അനുവദിച്ച മടങ്ങി വരാം. സന്ദർശനം എല്ലാവരും അറിയണമെന്നില്ല. വാക്യം ഒന്ന് ആരാ വായിക്കുന്നത്? ഒന്ന് ആരാ വാക്യം വായിക്കുന്നത്? ഒന്നുകൂടെ നിർത്താതെ അതിന് സ്ഫുടമായിട്ടൊന്ന് വായിക്കണേ. ഒരു വാക്യം തന്നെ പല വാക്യമായിട്ട് തോന്നാതെ ഒന്ന് വായിച്ച് സഹായിക്കണം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. അർത്ഥവ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടു. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു, ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടു. മോവാബ് ദേശത്ത് വെച്ച് നവോമി കേട്ടു. മോവാബ് ദേശം വിട്ടു മടങ്ങിപ്പോകുവാൻ, മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമകളോട് കൂടെ പുറപ്പെട്ടു. ഒരല്ലിയ പറയാം. ബേത്ലഹേമിൽ വലിയ ക്ഷാമമുണ്ടായി. അത് കൂടെ കൂടെ ഉണ്ടാകുന്ന. അതുകൊണ്ടാണല്ലോ യോസഫിന്റെ സഹോദരന്മാര് കാലിച്ചാക്കുമായിട്ട് മിസ്രൈമിൽ പോവുകയും വരികയും ചെയ്തേ. ഏത് മിടുക്കനും ഒരു കാര്യം ഓർത്തോണം. ഇന്നുള്ള പലതും, ഇന്ന് കാണുന്ന പലതും, ഇന്ന് അനുഭവിക്കുന്ന പലതും നാളെ കാണണമെന്നില്ല. സ്തോത്രം. ബേത്ലഹേമിലെ മാന്യമായ ഒരു കുടുംബമാ എലിമേലെക്കിന്റെ കുടുംബം. ദൈവസന്നിധി സന്തോഷമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ നവോമി. 2 ചുണയുള്ള ആമ്പിള്ളാര്, കില്യോനും മകളോനും. പക്ഷേ അവരുടെ വീട്ടിൽ ക്ഷാമമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ക്ഷാമം വന്നപ്പോൾ ക്ഷാമം എന്നാന്നറിയാം. ഗസയിലെ കാര്യം രാവിലെ വായിച്ചാൽ മതി. ഗസ എവിടാന്നറിയാമല്ലോ അല്ലേ? പാലും തേനും ഒഴുകുന്ന നാട്ടിലെ ഒരു ഭാഗമാണ് ഗസ. ഞാനവിടെ പോയിട്ടുണ്ട്. ഗസയെ വെച്ചായി പീലിപ്പോസ് ഷണനോട് ദൂത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സ്ഥലത്ത് ഇന്നിപ്പോ രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി, ആഹാരത്തിനല്ല, അവർ കെഞ്ചുക. ക്ഷാമം വന്നപ്പോ ഇവരറിഞ്ഞു മോവാബിൽ ആഹാരം ഉണ്ട്. ഇവർ നേരെ മോവാബിലേക്ക് ഇറങ്ങിപ്പോയെന്ന കൃപയിൽ നിന്നും അപ്പങ്ങളുടെ പട്ടണത്തിൽ നിന്നും ഇവരിറങ്ങിപ്പോയി. അവിടെ ചെന്നു. അച്ഛന് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ആളുകളുടെ മുറ്റത്തെ പോച്ച വണ്ടിയൊക്കെ ഇരുന്ന് ഓടിക്കുമ്പോൾ കട്ട് ചെയ്യുന്ന ഒരു ജോലി കിട്ടി. സ്തോത്രം. ഓഫീസിൽ ജോലി ചെയ്യാൻ പുള്ളിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തൽക്കാലം വണ്ടിയൊക്കെ ഇരുന്ന് ഓടിച്ചാൽ മതി, അടിയിലത്തെ പുല്ല് മുഴുവൻ ചെയ്യും, കട്ട് ചെയ്തു പോകും. അങ്ങനെ ജോലി പുള്ളിക്ക് കിട്ടി. സ്തോത്രം. അമ്മാമ്മയ്ക്കും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഒരു ഡേ കെയറിൽ പിള്ളേരെ നോക്കുന്ന ഒരായായിട്ട് അമ്മാമ്മയ്ക്കും ജോലി കിട്ടി. പിള്ളേർ 2 ഇച്ചിരി വിദ്യാഭ്യാസം ഇവിടുന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് തൽക്കാലം അവന്മാര് ഏതോ കമ്പനി കയറി പറ്റി. അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ജോലി ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് 2 പേർക്ക് ഓരോ ഭാര്യമാരെ കിട്ടി, ഓർപ്പയും രൂത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നവോമി വിളിച്ചു പറയും, ഞങ്ങൾ കഷ്ടതയുടെ നടുമുറിക്ക് മോവാബിലോട്ട് ഇറങ്ങി പോന്നെങ്കിലും ദോഷമൊന്നും വന്നില്ല. അച്ഛന് ജോലിയുണ്ട്, എനിക്കും ചെറിയ ജോലിയുണ്ട്. ജോലി ചെയ്താലേ ഇവിടെ പെൻഷൻ കിട്ടത്തുള്ളൂ. ഹെൽത്ത് കെയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ വയ്യേലും തണുപ്പും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട്. എന്നാലും പിള്ളേർക്ക് ഒരുമാതിരി മാന്യമായ ജോലി കിട്ടി. അവരുടെ കല്യാണമാണ്. നാട്ടിൽ വന്ന് നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടല്ലോ. ഇവിടുത്തെ പിള്ളേരായതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ അങ്ങ് നടത്തുകയാണ്. നിങ്ങളവിടെ ഞായറാഴ്ച ഒരു ലഡുവോ ജിലേബിയോ കൊടുത്തൊരു ചെറിയ റിസപ്ഷൻ വെച്ചേക്കണം.
എന്നെല്ലാം പറഞ്ഞ് പ്രോഗ്രാമൊക്കെ നടന്നു. തൽക്കാലത്തേക്കെല്ലാം നല്ലതാണെന്ന് തോന്നി. മിണ്ടുന്നില്ല. ഇറങ്ങിപ്പോക്ക് തൽക്കാലത്തേക്ക് നല്ലതാണെന്നൊക്കെ തോന്നും. വെറും തോന്നല. സ്തോത്രം. അത് കഴിഞ്ഞ ഉടനെ അച്ചായന് പെട്ടെന്ന് ഒരു ചെറിയ പനി, ഒരു വിറയില് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി എമർജൻസി വിളിച്ചെങ്കിലും അവിടെയൊക്കെ എമർജൻസി വിളിച്ചാൽ പെട്ടെന്ന് വണ്ടി വരുന്നത്, ഇവിടുത്തെ കൂട്ടൊന്നും അല്ല. സ്തോത്രം. എമർജൻസി ചെല്ലുന്നതിന് മുമ്പേ അച്ചാൻ്റെ കാര്യം തീരുമാനത്തിലായി. പ്രൈസ് ദി ലോർഡ്. ഏറെ താമസിയാതെ അപ്പച്ചൻ്റെ പെട്ടിയുടെ മണ്ടയ്ക്ക് വെച്ച റീത്തിന്റെ പൂവിന്റെ മണം മാറുന്നതിന് മുമ്പേ കില്ലിയോനും മക്കളോനും, നിങ്ങൾ എന്നെ കറിയിച്ച് നോക്കുന്നു. ഞാൻ രൂത്തിന്റെ വീട്ടിലെ കാര്യം പറയാം, വായിച്ചു വിടരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏത് പിന്മാറ്റവും തൽക്കാലത്തേക്ക് നല്ലതാന്നൊക്കെ തോന്നിയേക്കാം, പക്ഷെ നീയും നിന്റെ കുടുംബവും കനത്ത വില കൊടുക്കേണ്ടി വരും. ഇന്ന് രാത്രി ഒരു ചെറിയ പിന്മാറ്റത്തിന്റെ ചിന്തയകത്തുണ്ടെങ്കിൽ നീ തെറ്റിദ്ധരിക്കരുത്, യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്നോണം. ബേത്ലഹേമിൽ നാളെ അപ്പം ഉണ്ടാകും. താൽക്കാലികം അവിടുത്തെ ക്ഷാമമൊക്കെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ട് ഹല്ലേലൂയ പറയണം. മക്കൾ രണ്ടും ചത്തു, ഭർത്താവും ചത്തു, 3 വിധവമാര് വീട്ടിലായി. ഒരു കൊച്ചിനോട് അമ്മ പറഞ്ഞു, നീ മോളെ, ഇനി ഞാൻ കല്യാണം കഴിച്ചൊരു കൊച്ചനുണ്ടായി, നിന്നെ കെട്ടാൻ നോക്കുന്ന കാര്യമല്ല, അവിടെ നീ പൊക്കോളാൻ പറഞ്ഞപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുത്തേച്ചു പോയി. സ്തോത്രം. ചില ചുംബനങ്ങൾ ശ്രദ്ധിച്ചു. സ്തോത്രം. പോകാനുള്ള ചുംബനം. യൂദയുടെ ചുംബനം എന്ന് പറഞ്ഞാൽ ക്രൂശേ കയറ്റാനുള്ള ചുംബനമാണ്. അതിന്റെ മൊത്തം പൈസ പുള്ളി പലിശ കൂട്ടി മേടിച്ച ഈ പരിപാടി കാണിക്കുന്നത്. അപ്പൊ എല്ലാ ചുംബനവും കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കൊടുത്തേക്കരുത്, അതിന്റെ പുറകിൽ ഒരു ചതിമ പറഞ്ഞിരിപ്പുണ്ട്. അപ്പം ഈ ഓർപ്പ ഒന്ന് ചുംബിച്ചേ ചവള് പോയി. പക്ഷെ രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവമാണ്. അതെങ്ങനെ മനസ്സിലായി? മക്കൾ മരിച്ചപ്പോഴും ഭർത്താവ് മരിച്ചപ്പോഴും കൃപയിൽ നിന്ന് ഒട്ടും ചോരാതെ പ്രാർത്ഥനാ ജീവിതമുള്ള അമ്മയുടെ കണ്ട മരുമക്കൾക്ക് മനസ്സിലായി, ഇവക്കൊരു ദൈവമുണ്ട്. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി ജാതികൾ തിങ്ങിപ്പാർക്കുന്ന മോവാബിൽ ജീവിക്കുന്ന ദൈവത്തെ മരുമകൾക്ക് പകർത്തിക്കൊടുക്കാൻ. പണ്ട് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അതിന്റെ മണ്ടയ്ക്ക് ഈർക്കിലി കൊണ്ട് INRI എന്ന് എഴുതുമായിരുന്നു. ക്രൂശൻ എഴുതിയ പദം INRI. ആ അപ്പത്തിന്റെ പേരാണ് ഇൻട്രിയപ്പം. നാളെ കഴിഞ്ഞാ കിട്ടുന്നേ. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇൻട്രിയപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? INRI. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അത് അമ്മാമ്മമാർ അമ്മച്ചിമാർ ഈർക്കിലി കൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വട്ടയപ്പത്തിന്റെ മണ്ടയ്ക്ക് കുത്തി നോക്കുന്നതിന് വരെ എഴുതുമ്പോഴായിരുന്നു ഇൻട്രിയപ്പമായി. അപ്പൊ അച്ഛൻ ഇൻട്രിയപ്പം മേടിക്കാൻ പോയി, അമ്മാമ്മ രാവിലെ കുത്തിയുള്ള കഞ്ഞി കുടിക്കാൻ പോയി, പിള്ളേർ ന്യൂജനിൽ പോയി. സ്വതന്ത്രം. പക്ഷെ രൂത്ത് പറഞ്ഞു, എനിക്കൊരു തീരുമാനമുണ്ട്. നിന്റെ ദൈവം എന്റെ ദൈവം. നീ പോകുന്നിടത്ത് ഞാൻ വരും, നീ ആരാധിക്കുന്ന കൂടെ ഞാൻ ആരാധിക്കും. ഇന്ന് രാത്രിയിൽ ദൈവിക സന്ദർശനം നിനക്കുണ്ടായാൽ ജീവിക്കുന്ന ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാൻ സന്തോഷമുള്ളവർ മാത്രമേ കരമടിക്കാവുള്ളൂ. ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാൻ കരുത്തുള്ള അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലൂക്കോസ് 19:43 യെരൂശലേമിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. 4 നാക്കൾ ദേശമേ, ഇന്ന് രാത്രിയിൽ ദൈവാത്മ നിയോഗത്തോടെ നിങ്ങളെ പോലെ ഒരു അമ്മ പറ്റ മകൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ സന്ദർശനകാലം അറിയാതെ പോകരുത്. നിന്റെ കുടുംബത്തിന്റെ സന്ദർശനകാലം അറിയാതെ പോകരുത്. ഇന്ന് രാത്രി സന്ദർശനകാലം അറിഞ്ഞില്ലെങ്കിൽ വായിച്ചേ ലൂക്കോസ് 19:43. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട്. നോക്കിയേ, ഈ ദൈവത്തിന്റെ ഇടപെടൽ അറിയണം. എന്നെ ശ്രദ്ധിക്കണേ, വായിച്ചോണ്ടിരിക്കല്ലേ.
അതെല്ലാം നമ്മുടെ കയ്യിലെ ബൈബിളിലെ ബാക്കിയാണ്. നമ്മൾ മൊബൈലിൽ നോക്കി വായിക്കുന്നുണ്ട് അതൊക്കെ കാണാത്ത. ബൈബിളിലെ ബാക്കിയാണ്. സ്തോത്രം. വീട്ടിൽ പോയിട്ട് ഇത് വായിക്കണം. കേട്ടത് അങ്ങനെ തന്നെയോ എന്ന് വായിച്ചു നോക്കണം. ഇല്ലെങ്കിൽ രാവിലെ എന്നെ വിളിച്ചേക്കണം. എന്തോ അവൻ തട്ടിയിട്ട് പോയെന്ന് ചോദിക്കണം. അവരല്ലേ പറഞ്ഞേ? പിന്നെ പ്രൈസലോ, ദൈവത്തിന്റെ ഇടപെടലുകൾ നീ അറിയണം. ദൈവത്തിന്റെ സാന്നിധ്യം നീ അറിയണം. നിന്റെ കുടുംബത്തിന്റെ മേലുള്ള ദൈവിക സന്ദർശനം നീ അറിയണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇസ്രായേലിന്റെ ഹൃദയകാഠിന്യ നിമിത്തം യേശു എന്ന ദൈവപുത്രന്റെ സാന്നിധ്യം അവരറിഞ്ഞില്ല. പക്ഷെ അങ്ങ് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ CBSE പഠിച്ചില്ല, ICS പഠിച്ചില്ല, സ്റ്റേറ്റിന്റെ കേരള സ്റ്റേറ്റിന്റെ പഠിച്ചില്ല, ഒന്നും പഠിക്കാതെ തണുപ്പ് പറ്റിക്കിടന്ന് ആട്ടും കൂട്ടി രാത്രി സാന്നിധ്യം നീ അറിയാതെ പോകരുത്. ഉന്നതന്മാർക്ക് മറഞ്ഞിരുന്ന സാന്നിധ്യം ഉണർത്തിയത് ഓർക്കുന്നുണ്ടോ? നിന്റെ രോഗക്കിടക്കയിൽ വന്ന് അത്ഭുതകരമായി വിടുതൽ തന്നത് ഓർക്കുന്നുണ്ടോ? നിന്റെ തലമുറയെ തകർക്കാൻ ഈശാലമൂനം കയറി വന്നപ്പോൾ അവന്റെ കയ്യിലകപ്പെടാതെ വിടിവിച്ചത് ഓർക്കുന്നുണ്ടോ? നിന്റെ കൂടാരത്തിൽ അല്ലിയ കാല് നിലവിളി ഉയരന്റെ മണ്ഡലത്തിൽ, മരണത്തിന്റെ ധ്വനി ഉയരന്റെ മണ്ഡലത്തിൽ വിടിവിച്ചത് നീ ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യം മറക്കരുത്. ദൈവത്തിന്റെ സന്ദർശനം മറക്കരുത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വയസ്സ് എന്ന സെക്കരിയാവിന് സാന്നിധ്യം അറിഞ്ഞു. വളരെ വയസ്സ് എന്ന കൂടാരത്തിൽ പാർക്കുന്ന എലിസബത്ത് സാന്നിധ്യം അറിഞ്ഞു. യോസഫ് എന്ന യഹൂദന്, ദാവീദിന്റെ ഗോത്രത്തിലെ യൗവനക്കാരന് വിവാഹ നിശ്ചയം ചെയ്ത കന്യകയായ മറിയ സാന്നിധ്യം അറിഞ്ഞു. ഇന്ന് രാത്രി നീ സാന്നിധ്യം അറിയാതെ പോകരുത്. നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഇന്ന് രാത്രി ആ സാന്നിധ്യം നിന്നെ അറിയിക്കാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ മടങ്ങിപ്പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്. ഇന്ന് രാത്രി സന്ദർശിക്കാൻ വന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ പോകണം. യെരുശലേമും എമ്മവസും തമ്മിൽ 8 മൈൽ ദൂരമാണ്. 8 മൈൽ ദൂരമാണ്. അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ആ സന്ധിയിൽ ക്രൂരമായ ക്രൂശീകരണം കണ്ട് മനസ്സ് പതറിയ ശിഷ്യന്മാര് 2 പേര് തീരുമാനിച്ചു, ഇവിടെ ജീവിക്കുന്ന അപകടമാണ്, അതുകൊണ്ട് പോയേക്കാം. അവരവരുടെ വീട്ടിലോട്ട് പോകുകയാ. വീട് 8 മൈൽ അപ്പുറത്ത് എമ്മവസിലാ. അവർ നടക്കുമ്പോൾ യേശു താനും അവരോട് ചേർന്ന് നടന്നു. പക്ഷെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നത് കൊണ്ട് യേശുവാണെന്ന് മനസ്സിലായില്ല. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി കണ്ണിനകത്തിരിക്കുന്ന ചില പാരമ്പര്യത്തിന് ചെതുമ്പലുണ്ടല്ലോ. ഈ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ പ്രഭയിൽ ആ ചെതുമ്പൽ പൊഴിഞ്ഞു വീണാലേ നിനക്ക് യേശുവെന്ന ആ രക്ഷകനെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. എത്ര പ്രസംഗം കേട്ടാലും എത്ര പുസ്തകം വായിച്ചാലും നിന്റെ കണ്ണിനെ അടച്ചു വച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം, തേജസ്സുള്ള യേശുവിന്റെ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ നിന്റെ ഹൃദയത്തെ കുരുട്ടാക്കി വെച്ച ആ കണ്ണിൽ നിന്ന് 8 മൈൽ നടക്കുമ്പോൾ യേശു താനും അവരോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? കേജ്രിവാളിന് ജാമ്യം കിട്ടുമോ, അതോ ജാമ്യം കിട്ടേണ്ട ദിവസം തന്നെ വീണ്ടും പുള്ളിയെ CBI അറസ്റ്റ് ചെയ്യുമോ, കേരളത്തിൽ 20 പിടിക്കുമോ? ഹലോ, 3ാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരുമോ? ഇതുവല്ലമാണോ സംസാരിച്ചേ? നീ ഹോളിൽ വന്നിരിക്കുമ്പോഴും അതല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര പൊരിഞ്ഞ ആരാണ് നടക്കുമ്പോൾ നീ അതിന്റെ ബാക്കി കേട്ടോണ്ടിരിക്കുകയല്ലേ, മിണ്ടുന്നില്ല. യേശു പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം വായിക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല, വായിച്ചോണം. പക്ഷെ അതിനകത്ത് യേശുവിനെ പ്രസംഗിച്ചോണം. ന്യായപ്രമാണം വായിക്കാൻ ഞങ്ങളെതിരല്ല. ന്യായപ്രമാണത്തിനൊരു യേശുണ്ട്.
പ്രവാചക പുസ്തകത്തിൽ യേശുണ്ട്. യെശയ്യാ പ്രവചനം വായിച്ചു പീലിപ്പോസ് വെളിപ്പെടുത്തിയ ഒരു യേശുണ്ട്. സ്റ്റേജ് മാറിയാലും ആള് മാറിയാലും ഞങ്ങൾക്ക് ഒരാളെ പറയാനുള്ളൂ, അത് അഖിലാണ്ടത്തിന്റെ രക്ഷകനായ പാപവിമോചകനായ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി കൊലത്തളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശു മാത്രമോ? ഒരിക്കലൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മൂക്കി ശ്വാസമുള്ള മനുഷ്യവർഗത്തിന്റെ ഇടയിൽ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. കരമുയർത്തി പ്രാഗൽഭ്യത്തോടെ ഹല്ലേലൂയ പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ PC ചെറിയാനെ പിടിച്ച് തല്ലിക്കൊല്ലുവോ കല്ലെടുത്തെറിയുവോ ഒക്കെ ചെയ്യുമായിരിക്കും. ഒരു സേഫാനോസ് ചത്ത പോലെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ചത്തുന്നിരിക്കും. പക്ഷെ എറിയാൻ ചൂട്ട് പിടിച്ച ശൗലിനെ അടുത്ത സുവിശേഷകനാക്കാൻ അറിയാവുന്ന ആളാണ് ഞങ്ങളുടെ നേതാവ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ രാത്രി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. എട്ട് മൈൽ നടന്നിട്ട് ഇവർക്ക് ആരെ മനസ്സിലായില്ല? നിനക്ക് മനസ്സിലായോ? ഐസുവിനകത്ത് നിന്നെ മാത്രം കിടത്തിയിട്ട് അപ്പുറത്തെ ആൾ നിന്നെ കാണാതിരിക്കാൻ ചുറ്റും ഒരു തുണി കൊണ്ട് കട്ടനുണ്ടാക്കി നിന്റെ മൂക്കിക്കൂടെ 2 ട്യൂബും ദേഹത്തൂടെ 16 ട്യൂബും കാലേ കൂടെ 1 ട്യൂബും പിന്നെ വേസ്റ്റ് പോകാൻ താഴോട്ട് 3-4 വായു എല്ലാം ഇട്ട് കിടന്നപ്പം നിന്റെ മുറി ഇറങ്ങി വന്ന സാന്നിധ്യം നിനക്കറിയാമോ? നിന്റെ ഭാര്യയോ അമ്മയോ ഒക്കെ വാതിക്കലുണ്ട്, പക്ഷെ അകത്ത് കയറാനൊക്കത്തില്ല. അവരുമായിട്ട് 3 തൊട്ട് 4 വരെ കണ്ണാടിക്കകത്തോട് നിന്നെ കാണാതേ ഉള്ളൂ. നിന്നെ കണ്ണാടി കൂടെ പുറത്തു നിന്നവർ കണ്ടപ്പോ അകത്ത് വന്ന സാന്നിധ്യം അറിയാമോ? പ്രൈസ് ദി ലോർഡ്. നിന്നെ മരണത്തിന് വേണ്ടി മാറ്റിയിട്ട് ഒരു സാധ്യതയുമില്ല, രക്ഷയിൽ അറിയിക്കാനുള്ളവരെ അറിയിക്കോളാൻ പറഞ്ഞപ്പോൾ നിന്റെ റൂമിനകത്ത് ഇറങ്ങി വന്ന ആ വിടുതലിന്റെ കരം നീ രാത്രി മറന്നുപോയോ? ഈ രാത്രി എത്ര ആരോടൊക്കെയോ കൃത്യമായി ദൈവം ഇടപെടുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്ദർശനകാലം നീ മറക്കരുത്. ഞങ്ങളുടെ ജോയിസ്, കർത്താവിന്റെ ദാസി, എന്നോട് പറഞ്ഞ സാക്ഷി വെച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞ് സാക്ഷ്യം പറയാൻ പോയ പ്രസംഗം മാറിപ്പോ. എനിക്കെടുക്കുന്ന വിഷയത്തോടൊരു നീതി കാണിക്കണമെന്ന് ആഗ്രഹം പണ്ട് തൊട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയും സമയം ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് കയറ്റി അത് പറയാനൊക്കത്തില്ല. എങ്കിലും ആ സഹോദരി ദൈവദാസിയാണ്, ഞാൻ ബഹുമാനിക്കണമല്ലോ. ഒരു കാര്യം പറയാം. 1982 നല്ല ആരോഗ്യവാനായിരുന്നു. നല്ല ആരോഗ്യവാനായിരുന്നു. നിങ്ങൾ ആരോടും പറയാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ 4 കളരികളിൽ നന്നായിട്ട് കായികാഭ്യാസം പഠിച്ചു. ഒരു ലോറിയെ വരുന്ന കരി മുഴുവൻ യൂണിയൻകാർ സമരം ചെയ്താൽ ഞാൻ തന്നെ ചുമ്മിക്കടയിൽ വെക്കുമായിരുന്നു. 200 ചാക്ക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ചേട്ടന്മാരോടും അച്ഛനോടും പൈസ മേടിക്കും, അത് വേറെ കാര്യം. അങ്ങനെ ആരോഗ്യം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്. എന്നെ ആരും ഒന്നും ചെയ്യത്തില്ലെന്നൊരു ധാരണ. ഒരു 40 പേരൊക്കെ ചുറ്റും നിന്ന് കല്ലെറിഞ്ഞാൽ ഞാൻ കറങ്ങി കണ്ടുപിടിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അഹങ്കാരം മൂത്തിട്ട് ഞാനിങ്ങനെ മതമിളകി നടക്കുമ്പോൾ, സ്തോത്രം, ഒരു ചെറിയ വയറ്റുവേദന. അല്പം കഴിഞ്ഞപ്പോൾ വൊമിറ്റിങ്. അപ്പോൾ അടുത്തുള്ള ആശുപത്രി ചെന്ന് കഴിച്ചു തന്നെ. ഞാൻ പറഞ്ഞു ബെറോട്ടായി ഇറച്ചിക്കറിയാം, അത് ദഹനക്കേടാണ്. അപ്പം ഗ്യാസിന് മരുന്ന്. അവർ ഗ്യാസിന് മരുന്ന് തന്നു, ഇനിമ വെച്ചു. അന്നത്തെ ചികിത്സാ രീതിയാണ്. എല്ലാം കഴിഞ്ഞു. ഞാൻ വലിയ അതിവേദനയോട് അലറിക്കരഞ്ഞ് അബോധാവസ്ഥയിലായി. അടുത്ത വലിയ ആശുപത്രി കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ അപ്പൻഡിക്സ് മണിക്കൂറുകൾക്ക് മുമ്പേ പൊട്ടിപ്പോയി വയറ്റി വെച്ച്. അതിനിവർ ഇനിമ വെച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അടിയന്തര ഓപ്പറേഷൻ. ആശുപത്രി ചെന്ന് കയറി മണിക്കൂറുകൾക്കകത്ത് ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് വയറും മുഴുവൻ ഇതിൻ്റെ ഈ അശുദ്ധി വ്യാപിച്ചു. വയറ് മുഴുവൻ പിളർന്നുള്ളൊരു മേജർ ഓപ്പറേഷൻ അവിടെ നടന്നു. എൻ്റെ കുടലും പണ്ടുമൊക്കെ വെളിയിലെടുത്ത് വെക്കുന്ന ഒരു ഓപ്പറേഷൻ. 24 പരം സ്റ്റിച്ചുകളുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാം കുത്തിക്കെട്ട് റൂമിലാക്കിയെങ്കിലും എൻ്റെ അബോധാവസ്ഥ മാറിയിട്ടേ ഇല്ല.
ഞാൻ കോമായിൽ ആയ ശേഷം ഇവർ ഓപ്പറേഷൻ 2 ചെയ്തു. 2 ഇവർ അനുശേഷി തന്നു. അതെല്ലാം ഇതിൻ്റെ വേറെ പുറത്തുണ്ട്. സ്തോത്രം. 22 ദിവസം ഞാൻ കോമയിൽ കിടക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഓപ്പറേഷൻ ശരീരം മുഴുവൻ പഴുത്തു വീർത്ത് ഒരു കട്ടിൽ നിറച്ചുള്ള ഒരു സത്വം പോലായി. എൻ്റെ ഈ സ്റ്റിച്ചുകളെല്ലാം തന്നെ പൊട്ടിമാറി. അകന്നു പോയ വയറടിപ്പിക്കാൻ വളരെ ദൂരെ നിന്ന് ട്യൂബിട്ട് കുത്തിക്കെട്ടി. നൂലിട്ടല്ല, ട്യൂബിട്ട്. നമ്മുടെ കയ്യെ ഞരമ്പ് കിട്ടാൻ പിടിക്കുന്ന ട്യൂബിട്ട് കുത്തിക്കെട്ടി. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തതാ. സെപ്റ്റിസേമി എന്ന മാരകാണു എൻ്റെ ശരീരമാസകലം പ്രസരിച്ചു. 1 മിനിറ്റിൽ 10,000 അടുത്ത മിനിറ്റ് 20,000. അത് അടുത്ത മിനിറ്റിൽ 40,000. അങ്ങനെ കൗണ്ടിങ് കൂടുന്ന സെപ്റ്റിസേമി എന്ന മാരകാണു ശരീരം മുഴുവൻ വ്യാപിച്ചു. എൻ്റെ മുറിയിൽ ആർക്കും പ്രവേശനമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആർക്കും പ്രവേശനമില്ലാതെ അടയ്ക്കപ്പെട്ട മുറിയുടെ അകത്ത് അബോധാവസ്ഥയിലായതിൻ്റെ 24-ാമത്തെ ദിവസം ആണിപ്പഴുള്ള കരമുള്ള, ആരടച്ചാലും അകത്ത് കയറാൻ കഴിവുള്ള യേശു എൻ്റെ മുറി കയറി. പ്രൈസ് ദി ലോർഡ്. അതെന്റെ സന്ദർശനകാലമായിരുന്നു. കഴിഞ്ഞ 42 വർഷം 41 വർഷമായി വേദികളിൽ നിർത്തിയേക്കുന്ന ആ ഒരു രാത്രിയിലെ സന്ദർശനമാണ്. ഇന്ന് രാത്രി നിന്റെ സന്ദർശനം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. സ്നേഹിത, നീ ആരുമായി കൊള്ളട്ടെ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം ചില സന്ദർശനങ്ങൾ അയക്കും. പ്രൈസ് ദി ലോർഡ്. നീ അന്നേരം നിരാശപ്പെട്ടിട്ട് ഞാനിനി അവൻ്റെ കയ്യാ ചാകത്തേ ഉള്ളൂ. ഭക്തനായ മനുഷ്യൻ പറയാം, പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റാൽ യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുന്നത് പറഞ്ഞ് പാടുന്ന പുള്ളിയാണ്. വൈകിട്ട് പുള്ളി പറയും, ഞാൻ ആ ശൗലിൻ്റെ കയ്യാൽ ചാകത്തേ ഉള്ളൂ. പാട്ടൊരിടത്ത് കിടപ്പുണ്ട്, പറച്ചിൽ വേറുണ്ട്. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞിട, അഭിഷേകം നഷ്ടപ്പെട്ട് കുന്തവും കൊണ്ട് നടക്കുന്ന ദുരാത്മാവ് ബാധിച്ച് അവൻ്റെ കയ്യിലാണോ നിന്റെ പ്രാണൻ? നിന്നെ ഞാനല്ലേ പുൽപ്പുറത്തു നാടുകളും എന്ന് വിളിച്ചു വരുത്തിച്ച്? നിന്റെ ആയുസ് എൻ്റെ കയ്യിലല്ലേ? നീ എന്തിനെ ആവശ്യമില്ലാത്ത മുൻവിധികൾ കൊണ്ടിരിക്കുന്നത്? ഇന്ന് രാത്രി ഒരു ദുരാത്മാവ് ബാധിച്ചവനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ ഒന്ന് വിശ്വസിച്ച് നല്ലൊരു അലരിയ പറഞ്ഞേ. ഈ രാത്രി നിന്റെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ വിളിച്ച ദൈവത്തിന്റെ കയ്യിലാ. എടാ, അലറിയെടുത്ത സിംഹത്തെ കീറിക്കളയാൻ ബലം തന്നത് ഞാനല്ലേ? ചീറിയെടുത്ത കരടിയെ തല്ലിക്കൊല്ലാൻ ബലം തന്നത് ഞാനല്ലേ? പർവ്വതം പോലെ നിന്ന ഗോലിയാത്തിനെ മറിക്കാൻ അഭിഷേകം തന്ന ഞാനല്ലേ? നീ ഇപ്പൊ പറയാണോ ശൗൽ എന്നെ കൊല്ലുമെന്ന്? ഹലോ, വിശ്വാസികളുടെ പിതാവാരാ? അബ്രഹാം. പുള്ളി ഇപ്പൊ പറയാ വിശ്വാസികളുടെ പിതാവാ. പുള്ളി പറയാ ദമ്മശേക്കുകാരനായ എലയാസർ അങ്ങ് ജീവിച്ചിരുന്നാ മതി, എന്റെ ഈ സമ്പത്തില്ല അവന് കൊടുത്തേക്ക്. ഇതൊക്കെ പറയാൻ നിന്നെ ആരാടെ ഏൽപ്പിച്ചത്? എടാ, മെസ്സപ്പൊട്ടോമയിലെ ഊറിയെന്ന് വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞത് നിന്റെ സന്തതിക്ക് ദേശം കൊടുക്കുമെന്നല്ലേ? അല്ല, ദമ്മശേക്കാരൻ കൊടുക്കുമെന്നാണോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ, ഇന്ന് രാത്രി നിനക്ക് ലഭിച്ച അവകാശത്തെ നീ തന്നെ പറഞ്ഞു കൊളമാക്കല്ലത്. ഈ രാത്രി നീ പറഞ്ഞു പ്രാപിച്ചോണം. വിളിച്ചവൻ വിശ്വസ്തനാ, വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ വാക്കുമാറത്തില്ല. ഓ ഹല്ലേലൂയ. 3.5 വർഷം ആകാശമടച്ച് മഴ പെയ്ക്കാഞ്ഞൊരു വലിയ പുള്ളിക്കാരൻ ഇപ്പൊ പോയി ചൂരച്ചയുടെ കീഴ് കിടക്ക്. എന്നാണ് ഇവിടെ? എനിക്ക് ചാകണം. എപ്പോഴാ? ഇപ്പൊ ചാകണം. ഓരോ നിർബന്ധം നോക്കി. നാൽപ്പത്തിരണ്ട് വർഷം ആകാശം അടച്ചു താക്കോൽ കൊണ്ട് നടക്കുന്ന പുള്ളി പറയാം എനിക്കിപ്പോ ചാകണം. പെട്ടെന്ന് തന്നെയാണ് അങ്ങോട്ട് തീരുമാനം. അതാ ഇസബേൽ എന്ന പെണ്ണുമ്പിള്ള പറഞ്ഞു നിന്നെ കൊല്ലുമെന്ന്. എടാ, ദുരാത്മാവ് ബാധിച്ച ഭൂതം പിടിച്ച അന്യവിഗ്രഹത്തെ ആരാധിക്കുന്ന ആ പിശാചി പറഞ്ഞ കേൾക്കാനാണ് നിന്നെ ഞാൻ വിളിച്ചേ. നീ ഇന്നലെ ദൈവശബ്ദം കേൾക്കണ്ടേ? നീ കൂടോത്രത്തിന്റെ ആഭിചാരത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് പേടിച്ചകത്തളത്തി ഒളിച്ചിരിക്കാതെ ഈ രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ. ഓ, ദേശത്തോട് ന്യായമായി ദൈവം ഇടപെടുക. ഇന്ന് രാത്രി നീ ഭീരുത്വത്തിന്റെ വാക്ക് പറയരുത്. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തന. നിനക്ക് ഇനിയും ഒരു ദൂരയാത്രയുണ്ട്. ഉള്ള വിഗ്രഹത്തെ എല്ലാം മേടിച്ചുകൊണ്ട് ഭൂതം ബാധിച്ച ഇസബേലാണോ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്? ആണോ?
എനിക്കറിയത്തില്ല കേട്ടോ, ദൂതിങ്ങനൊക്കെ പോവാം. ഈ മാറിപ്പോകുന്ന കൂടെ നടന്ന യേശു 8 മണിക്കൂർ തിരുവെടുത്ത് പറഞ്ഞു. സ്തോത്രം. 9 കഴിയുമ്പോൾ നിർത്തിയില്ലെങ്കിൽ മൈക്സാഷൻ ക്യാൻസലാക്കുമെന്ന് പറയുന്നത് നമ്മുടെ കാലമല്ലായിരുന്നു. 8 മണിക്കൂർ പ്രസംഗിച്ചിട്ട് മൈക്സാഷൻ ക്യാൻസലാക്കിയില്ല. വീട്ടിൽ ചെല്ലുന്നിടം വരെ പ്രസംഗിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ യേശു താനും മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പോകാനല്ല, ഭാവം കാണിച്ചത്. ഇത്ര നേരം വചനം കേട്ട് ഇവന്മാർക്ക് താല്പര്യമുണ്ടോ എന്നറിയാനാ. ചിലർ പറയുമല്ലോ, പണിയൊക്കെ പൊളിച്ച് നാളെ തൊട്ട് ഉളിയും മുട്ടുകൊണ്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു നാളെ തൊട്ട് വരണ്ടെന്ന് പറയുമോ എന്ന് അറിയാനാ കർത്താവ് മുന്നോട്ട് പോന്ന ഭാവം കാണിച്ചു. ഉടനെ അവർ പറഞ്ഞു, കർത്താവേ, നേരം വൈകുന്നു, സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി തുടങ്ങി. അടുത്ത പദം, ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോകരുത്. ഇപ്പോഴും യേശു ആരാന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവർക്ക് 8 മണിക്കൂറിന് മനസ്സിലായി, രാത്രിയിൽ സംരക്ഷിക്കാൻ ഇവൻ മതിയായവനാ. സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് പരന്നാലും ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടണ്ട എന്നൊരു ബോധ്യം ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവര് പറഞ്ഞു, നേരം വൈകുന്നു, സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി തുടങ്ങി, ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോകരുത്. യേശു താനും അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീട്ടിലോട്ട് കയറി. അടുത്ത വാക്യം പറഞ്ഞ വിചിത്രമാണ്. യേശു താനും അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി. ഈ അപ്പമെടുത്ത് ഇങ്ങനെ കൈ പൊക്കിയപ്പോൾ ആ കൈയുടെ പാടുവന്മാര് കണ്ട്. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ടി.ഐ. ചെറിയാച്ചായന് എന്നോട് പറഞ്ഞു, ചെറിയാച്ച, നമ്മുടെ പേരൊന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ കറുകച്ചാലിലും PC റാന്നിയിലും സെൻട്രൽ പാസ്റ്റാണല്ലോ. ഇന്ന് രാത്രി അമ്മച്ചി വന്നിട്ടില്ല, എൻ്റെ കൂടെ വീട്ടിൽ വന്ന് ഒരു ചോറിനിട്ടപ്പോൾ അവൻ നിർബന്ധിക്കുക. അപ്പം ഞാൻ വൈകിട്ട് ചോറുണ്ണത്തില്ല. എന്നാലും അപ്പച്ചൻ വിളിച്ചപ്പോൾ ഞാൻ അനുസരിച്ച് എന്ത് ചെയ്യാണ്, ചില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അച്ഛന് ചോറ് വിളമ്പി കൊടുക്കാന്ന് നിങ്ങളാരെങ്കിലും അംഗീകരിക്കുമോ? അതൊക്കുന്ന കാര്യമാണ്. അല്ല, അതൊക്കുവോ? പറഞ്ഞേ. അമ്മാമ്മ ഒരാൾ വീട്ടിൽ കയറ്റു ഞങ്ങളെ. പക്ഷെ യേശു അതിഥിയായിട്ടകത്ത് കയറി. അതിഥിയായി കയറിയവൻ അപ്പം എടുത്തത്, അവന്റെ വീട്ടിലെ അപ്പം. നിങ്ങൾ എൻ്റെ കൂടെ ആണോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിളിച്ചു കയറ്റിയവൻ ആതിഥേയനായെന്നല്ലേ? ഇന്ന് രാത്രി ഒന്ന് വിളിച്ചു കയറ്റിക്കേ. നീ ഒറ്റയ്ക്ക് പോകാതെ പറ, സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ എന്റെ കുടുംബത്തെ മൂടാൻ പോന്നു, ഒരു ഭാഗത്ത് കടം, മറുഭാഗത്ത് രോഗം, അപ്പുറത്ത് തലമുറ വഴിതെറ്റിപ്പോകുന്നു, കൂടിരുട്ട് ഞങ്ങളെ ബാധിക്കാൻ പോന്നു, കടന്നു പോകല്ലേ എന്ന് നിർബന്ധിച്ചാൽ നിന്റെ വീട്ടിൽ വന്നിട്ട് ആ കുടുംബത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നവന് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കണം. നിന്റെ ഭവനത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ. തച്ചന്റെ മകനെ തച്ചുടയ്ക്കാൻ കച്ച കെട്ടിയിറങ്ങിയ ബെന്യാമീൻ ഗോത്രത്തിലേക്ക് കടിച്ചു കീറുന്ന ഒരു ചെന്ന ഒന്നിനെ കടിച്ചു കീറി, സ്റ്റേഫാനോസിനെ. അടുത്തവനെ കടിച്ചു കീറാൻ ആ ബെന്യാമീൻ ഗോത്രത്തിലെ കൊടിയ ചെന്ന പോകുന്ന വഴിയിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ സന്ദർശനമിറങ്ങി. ഇന്ന് രാത്രിയിൽ സ്നേഹിത, നീ അകത്തോ പുറത്തോ, ദൈവാത്മാവ് പറയുന്ന ചില സന്ദർശനങ്ങൾ, ചില കൂടാരങ്ങൾ ഇറങ്ങാൻ പോകുകയോ. ഓ ഹല്ലേലൂയ. കാഴ്ചയാലുള്ള വഴിയെ നടന്നു വന്ന ശൗൽ എന്ന ചെറുപ്പക്കാരൻ തമ്പുരാന്റെ അടിയേറ്റ് കണ്ണിനകത്തൊരു തിമിരം. ഹല്ലേലൂയ. പ്രാർത്ഥനാ മനുഷ്യനായ അനന്യാസ് കൈവച്ചപ്പോ തിമിരമണന്ന് താഴെ വീണു. താഴെ വീണപ്പോൾ അവൻ പോയി സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടവൻ ഏതാണ്ട് 35-40 വർഷം കൊണ്ട് ഭൂലോകത്തിന്റെ ഒരു ഭാഗം മൊത്തം സുവിശേഷീകരിച്ചു. ആയിരങ്ങളെ സ്നാനപ്പെടുത്തി. അവിടെ സഭ സ്ഥാപിച്ചു.
ഓ, ഞാൻ ദൈവത്തെ ഈ രാത്രി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രസംഗിക്കാൻ ഒരു 14 ലേഖനം കൂടെ എഴുതിയിട്ടാണ് ആ മനുഷ്യൻ പോയതെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത, നിന്റെ കണ്ണിന്റെ തിമിരം മാറിയാൽ സന്ദർശനം. 84 ദൈവിക സന്ദർശനം അറിഞ്ഞതുകൊണ്ടാ 24 പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. അല്ല ഏതേലും ആമ്പിള്ളാരുടെ പിച്ചാത്തിമനെ ഞാനും തീർന്നു പോയി. Praise the Lord. Praise the Lord. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട മിക്ക പേരെയും മരുഭൂമിയിൽ തള്ളിയിട്ടു എന്ന് പറഞ്ഞ പോലെ എന്നെയും തള്ളിയിട്ടേനെയും. പക്ഷെ ഇന്ന് രാത്രി വീഴാതെ നിൽക്കുന്നത് തള്ളാൻ കരുത്തുള്ളവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തൊരു ദൈവമുണ്ടെങ്കിൽ, സ്നേഹിത, നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന യേശു ഇന്ന് രാത്രി ചിലരെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാ. ഓ, രക്തത്താലും വചനത്താലും ഞാൻ ജയമെടുക്കുന്നു. നീ ഒന്ന് വിളിക്കുമോ നിന്റെ കൂടെ വരാൻ, നിന്റെ കൂടെ പാർക്കാൻ? ആ രാത്രിയിൽ അവൻ കൂടെ പാർത്തൊരല്ലേ പറഞ്ഞേ. ഇന്ന് രാത്രി നിയമത്തെ ബഹുമാനിച്ച് നമ്മൾ യോഗം നിർത്താൻ പോവുകയാ. പക്ഷെ ഞങ്ങൾ പോയാലും പിരിയാത്ത ഒരുവൻ, കൂടെ പാർക്കുന്നവൻ, ഉള്ളു തുറന്നെല്ലാം പറയാൻ കൊള്ളാവുന്നവൻ, നിന്റെ രഹസ്യങ്ങൾ മുഴുവൻ പങ്കുവെക്കാൻ കൊള്ളാവുന്നവൻ, ഉലകത്തിൽ മറ്റാരോടും അത് പറയാതെ പരിഹാരമുണ്ടാക്കി നിന്നെ വിടുവിക്കാൻ കരുത്തുള്ള ഒരുവന്റെ സന്ദർശനം നീ രാത്രി അറിയണം. ഓ, ഹല്ലേലൂയ. നിന്റെ ദൈവത്തിന്റെ പേര് എൽഷദായി എന്ന, സർവശക്തനെന്ന. അതുകൊണ്ട് 100 വയസ്സുള്ള മനുഷ്യന് പറഞ്ഞു, അബ്രഹാമേ, നിനക്കേ ഉള്ളു 100 വയസ്സ്, ഞാൻ ഇന്നും സർവശക്തനാ. 2024 മാർച്ച് മാസം 26-ാം തീയതിയും അവൻ സർവശക്തനാ. നിന്റെ നിർജീവത്വങ്ങളെ മാറ്റാൻ, നിന്റെ ശൂന്യതകളെ മാറ്റാൻ, നിന്റെ പുരാതന ശൂന്യതകളെ പണിയാൻ, ശത്രു ഇടിച്ചിട്ടതിനെ പണിയാൻ ഈ രാത്രി അവൻ സർവശക്തനാ. അവന്റെ സന്ദർശനം നീ അറിയണം. യേശു യെരൂശലേമിലേക്ക് വരികയാണ്. വരുമ്പോൾ ഒരു കഴുതക്കുട്ടി പുറത്താണ് വന്നത്. അവന്മാരെല്ലാം ധരിച്ചതിന് കുതിരപ്പുറത്ത് വരുന്ന ആളിനെയാണ്. പക്ഷെ വന്നത് കുതിരപ്പുറത്തല്ല, കഴുതപ്പുറത്താണ്. കഴുതപ്പുറത്ത് വന്നപ്പോൾ പിള്ളേരെല്ലാം കൂടി ഓശാന പാടി. പക്ഷെ പുരോഹിതന്മാർക്കും ആ മഹാപുരോഹിതന്മാർക്കും ഒന്നും അതർത്ഥം കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. കർത്താവ് നേരെ ആലുകിനടുക്കലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, പണി കണ്ടു. പ്രത്യേകിച്ച് ഈ സീസണാണ് എല്ലായിടത്തും പണി കൂടുതല. എന്തോ ലൈറ്റാ, എന്തോ അറേഞ്ച്മെന്റാ, എന്തോ ശോഭയാ. സ്തോത്രം. ഈ യേശുവിനെയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന കയ്യിൽ നിന്ന് ഇങ്ങനെ പ്രഭ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. സ്തോത്രം. പണി കണ്ടോ? എത്ര മനോഹരമായിരിക്കുന്നു. യേശു അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന ഉമാൽ ധരിച്ച് യേശു ഒറ്റ കരച്ചില്. എടാ കുഞ്ഞെ, പുൽത്തൊഴുത്തിൽ ജനിച്ചത് മുതൽ ഈ 33.5 വർഷം ഞാൻ ഇവന്മാരുടെ രോഗിയെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, കുരുടന് കാഴ്ച കൊടുത്തു, വിശക്കുന്നവന് ആഹാരം കൊടുത്തു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. പക്ഷേ ഇവന്മാര് സാന്നിധ്യം അറിഞ്ഞില്ല. ഹലോ, എന്തറിഞ്ഞില്ല? സാന്നിധ്യം അറിഞ്ഞില്ല. സന്ദർശനകാലം അവന്മാരറിഞ്ഞില്ല. പക്ഷെ പാവപ്പെട്ട ആട്ടിടയന്മാരറിഞ്ഞു, അങ്ങെവിടെയോ ഉള്ള വിദ്വാൻമാരറിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആലയത്തിൽ കുത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊടുത്ത വന്യ വയോധികനായ ഭക്തനായ ശിമിയോൻ അറിഞ്ഞു. ശിമിയോൻ യേശു കുഞ്ഞിനെ കയ്യിലോട്ട് എടുത്തു. 40 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തിട്ട്, പൊന്നുമോനെ ചക്കരക്കുട്ട, അപ്പനെ പറിച്ചു വെച്ചവരാണല്ലോടെ ഇരിക്കുന്നേ, ജനിക്കുവാണെങ്കിൽ ഇങ്ങനെ ജനിക്കണം എന്നൊന്നും അല്ല പറഞ്ഞേ. സ്തോത്രം. പൂവമ്പഴം പോലല്ലേ ഇരിക്കുന്നത്. അതെങ്ങനെ പിള്ളേർ പൂവമ്പഴമാകുന്നത്? ഹലോ, ശിമിയോൻ അങ്ങനൊന്നും അല്ല പറഞ്ഞേ. ഉണ്ണീശോയെ എന്നൊന്നും അല്ല വിളിച്ചേ. ശിമിയോൻ പറഞ്ഞു, ഓ ലോർഡ്, അങ്ങേ കാണാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ, ഇനിയും സമാധാനത്തോടെ എന്നെ അങ്ങ് അയക്കണം എന്ന് പറഞ്ഞ ശിമിയോനെ ഈ കൈയിരിക്കുന്ന 40 വയസ്സുള്ള കൊച്ചാരാ? എന്റെ ജീവൻ അവന്റെ പാണ്ഡത്തിലാ.
നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. നിങ്ങൾ പൊന്നുമോനെ ഉണ്ണീശോ എന്ന് വിളിച്ച് ഇവന്റെ കയ്യിലായി എന്റെ ജീവൻ. ഓ, ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? സന്ദർശനം നീ അറിയണം, സന്ദർശനം നീ അറിയണം. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന അവസരത്തിൽ യാക്കോബ് സന്തോഷിക്കുന്ന, ഇസ്രായേൽ ആനന്ദിക്കുന്ന ഒരു വിടുതൽ ഈ ദേശത്ത് വെളിപ്പെടും. എന്നും കുടിയും, എന്നും വഴക്കും, എന്നും കേസുമാരും എന്റെ വീട്ടിൽ പാട്ടും ആരാധനയും തുടങ്ങി കേട്ടോ. ഓ ഹല്ലേലൂയ. സേവിക്കുന്ന ദൈവമാരും ദേശത്തിന് വെളിപ്പെട്ടു. ഇന്ന് രാത്രിയിൽ സ്നേഹിത, നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വെളിപ്പെടാൻ അവൻ ആഗ്രഹിക്കും. ഒരു പക്ഷെ നീ മദ്യപാനിയായിരിക്കും, പുകവലിക്കുന്നവരായിരിക്കും, 5, 6, 7 കേസിൽ പ്രതിയായിരിക്കും, വിവാഹബന്ധം ഉലഞ്ഞ വ്യക്തിയായിരിക്കും, വേർപാടിന്റെ പക്കൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും, ഭാര്യയും തലമുറകളും നിന്നെ ഇട്ടുപോയ വ്യക്തിയായിരിക്കും. നിന്റെ വഴിപടച്ച സ്വഭാവം കൊണ്ട് സമൂഹം നിന്നെ തിരസ്കരിച്ചിരിക്കാം. പക്ഷേ ഈ രാത്രി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകം മുഴുവൻ നിന്നെ തള്ളിക്കളഞ്ഞ് വിടക്കെന്നെണ്ണിയാലും നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു യേശു ഇന്ന് രാത്രി ഉണ്ട്. അവൻ നിന്ന് സഹിച്ചവനാണ്. ഹല്ലേലൂയ. യെരൂശലേമിന്റെ തെരുവീതിയിൽ പൊട്ടിക്കരഞ്ഞ യേശു ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ സ്ഥിതി കണ്ടിട്ട് നിന്നെ ചേർത്ത് നിർത്താൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മുമ്പിൽ ചെങ്കടൽ തുറന്നു കൊടുത്തു. അവരുടെ മുമ്പിൽ മാറ്റിക്കെട്ടിയ കുഞ്ഞാടിനെ അറുത്ത് രക്തം കൊണ്ട് രക്തത്തളി ആചരിച്ചു. അവരുടെ മുമ്പിൽ മേഘമുണ്ടായി, അഗ്നിസ്തംഭമുണ്ടായി, പാറയെന്ന് വെള്ളമുണ്ടായി, സ്വർഗത്തിൽ നിന്ന് മന്നയുണ്ടായി. ഇതെല്ലാം ലഭിച്ചിട്ടും സന്ദർശനം അവരറിഞ്ഞില്ല. അവരെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു. ഇന്ന് രാത്രിയിൽ നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ സന്ദർശനം നീ അറിയണം. ഈ കഷ്ടത വന്നത്, ഈ പ്രതികൂലം വന്നത് അല്ല പറഞ്ഞേ, ദൈവം തന്നു, ദൈവമെടുത്തു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അതിലൊന്നും അവൻ ദൈവത്തിൽ കുറ്റം നിന്നെ മടക്കി വരുത്താൻ ദൈവത്തിന് ഹിതമുണ്ട്. വിശ്വസിക്കുന്നവര് ഈ രാത്രി ഒരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേൽക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും ഈ മഹാദൈവത്തിന്റെ മുമ്പിൽ ഏകാഗ്രമാക്കിക്കേ. നിന്നെ അവൻ കാണുന്നുണ്ട്. നിന്റെ വരണ്ട കൈ അവൻ കാണുന്നുണ്ട്. 18 വർഷമായി നിന്റെ കൂൻ അവൻ കാണുന്നുണ്ട്. 12 വർഷമായ രക്തസ്രാവം അവൻ കാണുന്നുണ്ട്. 38 വർഷത്തെ പക്ഷപാതം അവൻ കാണുന്നുണ്ട്. അവൻ രാത്രി ചിലരെ കാണുകയാ. ഒരു സന്ദർശനം നിന്റെ മേൽ അയക്കുകയാ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ നീ കണ്ടിട്ട് പോകുന്ന ചില വിഷയം, നീ ഭവനത്തിൽ ചെല്ലും മുമ്പേ സാന്നിധ്യം അവിടെ ഇറങ്ങിയിട്ട് സന്ദർശനം അയച്ച് നിന്റെ കൂടാരത്തെ ഒറ്റയ്ക്ക് മടങ്ങരുത്. നിർബന്ധിക്കണം. മുൻപോട്ട് പോകുന്ന പാപം കാണിച്ചാലും വിടരുത്. നിർബന്ധിക്കണം. കൂടെ പാർക്കാൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ആ സാന്നിധ്യം ഒന്ന് ഏറ്റെടുത്ത്, ആ സന്ദർശനം ഒന്ന് അനുഭവിച്ചറിഞ്ഞ്, ആത്മാവിൽ അല്പനിമിഷം ഒന്ന് പ്രതികരിച്ച് ദൈവത്തെ സ്തുതിച്ച്, ഇതൊരു വലിയ വിടുതലിന്റെ രാത്രിയാ. ഹല്ലേലൂയ. ജീസസ്. ആ 2 കരങ്ങൾ ഒരു നിമിഷം ഉയർത്തിപ്പിടിക്കുമോ? വിശ്വാസത്തോടെ ആ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ 4 നാക്കൽ ബെർശേബ സഭയുടെ അങ്കണത്തിൽ കൂടപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ മക്കളെ പന്തലിനകത്തും റോഡ് വക്കിലും സ്റ്റേജിലും പരിസര ഭവനങ്ങളിലും ലൈവിലുമായിരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി
എളിയവന്റെ മേൽ സ്വർഗം പകർന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, ശാപങ്ങളുടെ കെട്ടഴിയട്ടെ, പൈശാചിക പോരുകൾ അഴിയട്ടെ, ഇരുട്ട് വരുത്തി അന്ധകാര മണ്ഡലങ്ങൾ അഴിയട്ടെ. ഈ രാത്രി പുതുവഴികൾ തുറക്കട്ടെ. ഓ, ശൂന്യതകൾ മാറട്ടെ. പുത്തഞ്ചല ഉറവകൾ, കൂടാരങ്ങൾ വെളിപ്പെടട്ടെ. ചിലതിന് ഇന്ന് രാത്രി ഒരു അഭിഷേകത്തോടെ, വെളിപ്പാടോടെ ദൈവം വേർതിരിക്കും. ഈ സ്ഥലം സഭയെ, അഭിഷക്തനെ അനുഗ്രഹിക്കും. വരും ദിവസങ്ങളുടെ യോഗങ്ങൾ അനുഗ്രഹമാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ഉറക്ക വിശ്വാസത്തോടെ ദൈവത്തിന് സ്തുതിക്കുമല്ലോ.